ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയ അഭിഷേകം ഈ ശുശ്രൂഷയിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങുന്ന നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം പകരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്നു പല കുടുംബങ്ങളിലും ഒരു മനസ്സോടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ആത്മാവ് നൽകുന്ന പുത്തൻ അഭിഷേകത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ 2-ാം ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, സ്വർഗം പകരുന്ന നവമായ അഭിഷേകത്തിനു വേണ്ടി കാലഘട്ടത്തിൻ്റെ അഭിഷേകത്താൽ പൂരിതരാകുവാൻ, ഇന്നിൻ്റെ അഭിഷേകത്താൽ ഉജ്ജ്വലിക്കപ്പെടുവാൻ, നവമായ അഭിഷേകത്തിൽ ഈ കാലഘട്ടത്തിന് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. 45-ാം സങ്കീർത്തനം 7-ാം വചനം വളരെ മനോഹരമായൊരു വചനമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക് വേർഡാണ് ഈ സങ്കീർത്തന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം, നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. എത്ര കൃത്യതയാർന്ന വചനമാണ്! അഭിഷേകത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പുതിയ അഭിഷേകത്തിന്റെ പകർച്ചയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ സ്വർഗം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നീ നീതിയെ സ്നേഹിക്കുകയും അനീതിയെ, ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. നീ നീതിയെ സ്നേഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും നീതിയെ സ്നേഹിക്കുന്നവരാകണം. നമ്മുടെ നീതി ആരാണ്? കർത്താവായ യേശുവാണ് നമ്മുടെ നീതി. നീതിയെ സ്നേഹിക്കുക, വചനത്തെ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക, സുവിശേഷ സത്യങ്ങളെ സ്നേഹിക്കുക. ആരെല്ലാം നീതിയെ സ്നേഹിക്കുന്നുവോ, ദൈവവചനത്തെ സ്നേഹിക്കുന്നുവോ, ദുഷ്ടതയെ, പാപത്തെ, സകലവിധ തിന്മകളെ വെറുത്തുപേക്ഷിക്കുന്നുവോ, അവരുടെ മേലാണ് ആത്മാവിന്റെ പുതിയ അഭിഷേകം കർത്താവ് പകർന്നു നൽകുന്നത്. ഈ വചനത്തിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നതിനാൽ നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. സഹോദരങ്ങളെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാ. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആനന്ദത്തിന് തൈലം കൊണ്ട് അവിടുന്ന് സവിശേഷമാം വിധം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി, നമ്മൾ ഉയർത്തിക്കൊണ്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം എന്തുകൊണ്ടാണ് നമ്മുടെ മേൽ പകരപ്പെട്ടത്? നാം നീതിയെ സ്നേഹിച്ച് ദുഷ്ടതയെ വെറുക്കുന്നു. പുതിയ അഭിഷേകത്തിന് വേണ്ടി 2024 പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പകരുന്ന ഈ അഭിഷേകത്തിനായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ നീതിയെ സ്നേഹിക്കുന്നവരാകണം, നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാകണം. ഏക സത്യ ദൈവമായ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവരാകണം.
അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവരാകണം. എന്റെ സഹോദരങ്ങളെ, ഇപ്രകാരം സ്നേഹിക്കുന്നവരിലേക്കാണ് പുതിയ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മനോഹരമായ തിരുവചനമാണ്. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് വായിക്കുന്ന വചനമാണിത്. നമ്മൾ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ആത്മാവിന്റെ പുതുബലത്തിന് വേണ്ടി നമ്മൾ വാഞ്ചിക്കുമ്പോൾ, ആത്മശക്തിയിൽ നിറഞ്ഞ് ജീവിക്കുവാനായി നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, സ്വർഗം നമ്മോട് പറയുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ നീതിയെ സ്നേഹിക്കുക, ദുഷ്ടതയെ വെറുക്കുക. അവരിലാണ് പുതിയ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകുക. കുടുംബങ്ങളിലായിരുന്നു, വിവിധ ദേശങ്ങളിലായിരുന്നു നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിക്കണം. ഈ കാലഘട്ടത്തിന് തിന്മകൾ അതിജീവിച്ച് മുന്നേറുവാൻ പിശാച് ഒരുക്കിയിരിക്കുന്ന പാപ പ്രലോഭനങ്ങളെ കെണികളിൽ പെട്ടുപോകാതെ കർത്താവിന്റെ ജ്ഞാനത്തിലും ആലോചനയിലും നാം ജീവിക്കുവാൻ ഒരു പുതിയ അഭിഷേകത്താൽ ഞങ്ങൾ ഉണർത്തണമേ എന്ന് നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, ന്യൂ അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്, പുതിയ അഭിഷേകം, പുതിയ തൈലം ഞങ്ങളുടെ മേൽ ഒഴിക്കണമേ. ഞങ്ങൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുത്തൻ ശക്തിയോടെ, പുതിയ കൃപയോടെ, പുത്തൻ അഭിഷേകത്തോടെ ഈ വർഷത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാം വചനം. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ, എല്ലാവരും ഒരുമിച്ച വചനം വായിച്ച്, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ഒന്നിച്ചു പറഞ്ഞ വചനം, പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അന്ത്യോക്യയിലെ സഭാ നേതൃത്വത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ ആത്മാവിന്റെ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങുവാൻ, ആത്മാവിന്റെ ശബ്ദം നമ്മുടെ സമൂഹങ്ങളിൽ മുഴങ്ങുവാൻ, ആത്മാവ് നൽകുന്ന പ്രവചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ, ആത്മാവിന്റെ ശക്തി ഇറങ്ങുവാൻ, ആത്മാവിന്റെ കൃപകൾ വെളിപ്പെടുവാൻ, ആത്മ സാന്നിധ്യത്താൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ, അങ്ങയുടെ ശക്തിയാൽ, അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തുതിക്കുന്നു. ആത്മാവ് ഇറങ്ങുന്ന സമയം, നമ്മിൽ പ്രവർത്തിക്കുന്ന സമയം, നമ്മിലൂടെ വെളിപ്പെടുന്ന സമയം. ഹൃദയം തുറന്ന് വലിയ ആഗ്രഹത്തോടെ കർത്താവേ, അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. അഭിഷേകം നൽകണമേ, പുതുബലം നൽകണമേ, കൃപകൾ പകരണമേ. ആഗ്രഹത്തോടെ കരമുയർത്തി, സ്വരമുയർത്തി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹൃദയത്തോടെ വിളിച്ചേ, സ്നേഹത്തോടെ വിളിച്ചേ. ആത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, കൂട്ടായ്മകളിലേക്ക് വരണമേ, സഭയിലേക്ക് വരണമേ. ഞങ്ങൾ ഓരോരുത്തരും ഒന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ആഗ്രഹിച്ചു വിളിക്കുക, പോരാ, ഉണർവോടെ വിളിച്ച്, പുതിയ അഭിഷേകം എനിക്ക് വേണം. എന്റെ കർത്താവേ, ഈ അഭിഷേകം എനിക്ക് വേണം. ആത്മശക്തി എനിക്ക് വേണം. ആത്മാവിന്റെ കൃപാദാനങ്ങൾ എനിക്ക് വേണം. ഈ ആഗ്രഹത്തോടെ വിളിച്ച്, യേശുവേ, ജീസസ്. ഹല്ലേലൂയ. കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് ആമേൻ. ഗ്ലോറി, പവർ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആടിക്കത്തി
കത്തിവാ. ചേർന്ന് പാടിക്കേ. ആത്മാവിൻ തീ, ആമേൻ. സ്വർഗീയ തീ ഊഹ. എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനാ യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ആഗ്രഹത്തോടെ പറഞ്ഞേ, കർത്താവേ, നമുക്ക് മറ്റൊന്നും വേണ്ട. ധീരതയോടെ സാക്ഷ്യം നൽകണം. ധീരതയോടെ കർത്താവേ സാക്ഷ്യം നൽകണം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. ശക്തിയായി വെളിപ്പെടണേ. ഇതാ ചില ജീവിതങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് ആത്മശക്തി ഇറങ്ങുന്നു. ചില കെട്ടുകൾ പൊട്ടുന്നു, മുഖങ്ങൾ ഒടിയുന്നു, കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു. ആത്മാവിന്റെ തീ പടരുന്നു, ആത്മാവിന്റെ കാറ്റടിക്കുന്നു. എല്ലാം മറന്ന് ഇരുകരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ റൂഹായേ, റൂഹായേ, റൂഹായേ. പതിനായിരങ്ങളിലേക്ക് വരിക, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരിക. ആത്മാവേ, അവിടുത്തെ പതിനായിരങ്ങളിൽ വന്ന് നിറയുക. സ്പിരിറ്റ് മൂവ്. Mighty power. Amen. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശു. മറ്റൊന്നിനുമല്ല കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് സാക്ഷ്യം നൽകുവാൻ. അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി വെളിപ്പെടണേ. ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ, ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ, ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ആഗ്രഹത്തോടെ ഒഴുകണേ, ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ, ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ഒഴുകണേ, ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. ആത്മാവേ വരിക. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച്, ആഗ്രഹത്തോടെ വിളിച്ച്, വിശ്വസിച്ച് വിളിച്ച്, ആത്മശക്തിക്കായി, പുതിയ അഭിഷേകത്തിനായി, പുതിയ അഭിഷേകത്തിനായി, കർത്താവ് പകരുന്ന പുത്തൻ അഭിഷേകത്തിനായി, ഫ്രഷ് അനോയിന്റിംഗിനായി ആഗ്രഹിച്ച് വിശ്വസിച്ച് ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ആത്മാവിനെ വർഷിക്കണമേ. പുതിയ അഭിഷേകം പകരണമേ, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. ഈ പുതുവർഷത്തിൽ, ഈ പുതുവർഷത്തിൽ പുത്തൻ അഭിഷേകത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, സ്പീക്ക് ടു us. ഹോളി സ്പിരിറ്റ്, സ്പീക്ക് ടു us. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ പ്രവചനങ്ങൾ നൽകണമേ, പ്രവചന സന്ദേശങ്ങൾ നൽകണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ആത്മാവേ, ഞങ്ങളെ എംപവർ ചെയ്യണമേ. സ്പിരിറ്റ് മൂവ്. ഓ റബാ ബാബാ ഷിയാരി ഖബാ ബാബാ ബാബാ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പെന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യണമേ.
സഭ മുഴുവനിലും പെന്തക്കോസ്ത് നാളിൽ ജീസസ് മുൻമഴ പെയ്ച്ച കർത്താവേ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, കൂട്ടായ്മയിൽ, ലോകം മുഴുവനിലും പിന്മഴ പെയ്യിക്കണമേ. ആത്മാവിന്റെ പിന്മഴ, വചനത്തിന്റെ പിന്മഴ, കൃപയുടെ പിന്മഴ ഈ നാടുകളിൽ പെയ്തിറങ്ങട്ടെ. സഭയിൽ പെയ്തിറങ്ങട്ടെ, കുടുംബങ്ങളിൽ പെയ്തിറങ്ങട്ടെ, സമൂഹങ്ങളിൽ പെയ്തിറങ്ങട്ടെ, ലോക ജനതയിൽ പെയ്തിറങ്ങട്ടെ. ഹോളി സ്പിരിറ്റ്, anoint us, anoint us, anoint us. ആമേൻ, ആമേൻ. പരിശുദ്ധ അമ്മ മാതാവേ, സഭയുടെ അമ്മേ, പുതിയ പെന്തക്കോസ്തിയുടെ വിളംബകാരിയെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം സമർപ്പിക്കണമേ. ശൗസപിതാവേ, സകല വിശുദ്ധരെ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടിരിക്കുകയാണ്. 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുതിയ അഭിഷേകത്തിൻ്റെ നിറവിൽ വേണം ഈ പുതുവർഷത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ട്. മറ്റെന്തിനേക്കാളും ഈ നാളുകളിൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. നമുക്കറിയാം, ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ ആ മത്സ്യം ചത്തുപോകും. വെള്ളത്തിലല്ലാതെ അതിന് ജീവിക്കാൻ പറ്റുകയില്ല. ഇതുപോലെ തന്നെ പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, എല്ലാവിധ വക്രതയും ദുഷിപ്പും നിറഞ്ഞ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിനു വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ആത്മാക്കൾക്കായി എനിക്കും നിങ്ങൾക്കും നിലകൊള്ളുവാനും ജീവിക്കുവാനും കഴിയണമെങ്കിൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം കൂടിയേ തീരൂ. ന്യൂ അനോയിന്റിങ്, ഫ്രഷ് അനോയിന്റിങ്. ആത്മാവിൻ്റെ അഭിഷേകം ഇല്ലാതെ നമുക്കിത് സാധ്യമല്ല. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ, സാധ്യതകൾ കൊണ്ടോ, ബുദ്ധിവൈഭവം കൊണ്ടോ, പണശക്തി കൊണ്ടോ, രാഷ്ട്രീയ ശക്തി കൊണ്ടോ, സ്വാധീന ശക്തി കൊണ്ടോ ഒന്നും ഇത് സാധ്യമല്ല. ഇത് സാധ്യമാകണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം, ആത്മശക്തി നമുക്ക് കൂടിയേ തീരൂ. നമ്മുടെ കർത്താവ് പറഞ്ഞു 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ നോക്കിക്കൊണ്ട്, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ തിരുവചനം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് നിങ്ങൾ ശക്തി ധരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം നിങ്ങളിലേക്ക് പകരപ്പെടുന്നത് വരെ പട്ടണം വിട്ടു പോകരുത്. നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. വളരെ കൃത്യമായി തൻ്റെ പ്രിയ ശിഷ്യരോട് കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഉന്നതത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് വരെ നിങ്ങൾ കാത്തിരുന്ന് ഈ ശക്തിയെ പ്രാപിക്കണം. എത്ര മനോഹരമായ കർത്താവിൻ്റെ വചനമാണിത്. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകളേയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് എന്താണ് ആത്മാവിന് നമ്മോട് പറയാനുള്ളത്? ഇതേ വചനം ആവർത്തിക്കുകയാണ്.
ഉന്നതത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വീണു പോകും. ഈ ലോകത്തിൻ്റെ കറയിലും കളങ്കത്തിലും പെട്ട് നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കും. നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചയിലാകും. നമ്മുടെ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടും. നമ്മുടെ കൂട്ടായ്മകൾ ശുഷ്കമാകും. നമ്മൾ അനേകർ ആത്മീയ മന്നോഷരായിട്ട് മാറും. എൻ്റെ സഹോദരങ്ങളെ, ഇത് വലിയ ആത്മീയമായ തകർച്ചയാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ശക്തി ധരിക്കുക, ആത്മാവിൻ്റെ പുതു അഭിഷേകം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ഈ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക, നിങ്ങളത് പ്രാപിക്കുക. കാരണം എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു ഇനി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും നമ്മെ കാത്തിരിക്കുന്നില്ല. നമ്മളൊരു ഫൈനൽ അവറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവസാന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോസ്തലൻ യോഹന്നാൻ സഭയെ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ, നമ്മൾ അവസാന മണിക്കൂറുകളിലാണല്ലോ, നമ്മൾ അവസാന സമയത്തിലാണല്ലോ എന്ന് യോഹന്നാൻ ശ്ലീഹ സഭയോട് പറയുകയാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മളായിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യമാണ്, നമ്മൾ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ശക്തി ധരിക്കാതെ മുന്നോട്ട് പോയാൽ കൊടിയ നാശം സംഭവിക്കും. ഉന്നതത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ഈ പുതിയ അഭിഷേകം നിങ്ങൾ പ്രാപിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കും. സ്വർഗം മുന്നറിയിപ്പ് തരികയാണ്. വെളിപാട് പുസ്തകം 22:10 അപ്പോസ്തലൻ യോഹന്നാൻ ആ ദർശനം കണ്ട് ശ്ലീഹ പ്രവചിക്കുകയാണ്. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, സമയം അടുത്തിരിക്കുന്നു. പരിശുദ്ധ വചനം നമ്മെ നോക്കി പറയാ, സമയം അടുത്തിരിക്കുന്നു. എന്തിനുള്ള സമയം? ആത്മാവിന്റെ പുതുബലം പ്രാപിക്കുവാനുള്ള സമയം. മറ്റേത് നാളുകളേക്കാൾ ഉപരി സുവിശേഷ വേല ചെയ്ത് അനേകം ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കുവാനുള്ള സമയം. കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സമയത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ പുതിയ അഭിഷേകം നമുക്ക് വേണ്ടേ? ഈ അഭിഷേകത്തിൻ്റെ പകർച്ചയാൽ നമ്മൾ നിറയപ്പെടണ്ടേ? ഈ അഭിഷേകം പ്രാപിച്ചു വേണ്ടേ നമ്മൾ ഈ പുതുവർഷത്തിൽ ജീവിക്കുവാനായി? സമയമടുത്തിരിക്കുന്നു, സമയമടുത്തിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ഇതേ വചനം വീണ്ടും സഭയോട് ആവർത്തിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ്സ് എ പ്രൊഫറ്റിക് മെസ്സേജ്. ഇത് സഭയ്ക്കുള്ള ആത്മാവിന്റെ പ്രവചന സന്ദേശമാണ്. പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങൾക്കുള്ള പ്രവചന സന്ദേശം, ആത്മാവിന്റെ മിനിസ്ട്രികൾക്കുള്ള പ്രവചന സന്ദേശം, ആത്മാവ് തെരഞ്ഞെടുത്ത ഓരോ വ്യക്തിക്കുമുള്ള പ്രവചന സന്ദേശം. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 29-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, സഹോദരരെ, സമയം പരിമിതമാണ്. ഒരുമിച്ച വചനം നേറ്റു പറഞ്ഞേ, സമയം പരിമിതമാണ്. സമയം പരിമിതമാണ്. പോരൽപ്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, സമയം പരിമിതമാണ്. സമയം പരിമിതമാണ്. വളരെ പരിമിതമായ ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം. വളരെ പരിമിതമായ ഒരു സമയത്തിലായിരിക്കുകയാണ്. ഇനി അനേകം നൂറ്റാണ്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത്. നമ്മൾ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ചുരുങ്ങിയ സമയമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ടൈം ഈസ് ഷോർട്ട്, ടൈം ഈസ് ഷോർട്ട്, ഷോർട്ട് ടൈം, ചുരുങ്ങിയ സമയം. അതിനാൽ നമ്മോട് എന്താണ് ആത്മാവിന് പറയാനുള്ളത്? ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുവചനമാണ്. അതിനാൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ,
നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ. ഈ അടുത്ത ദിനങ്ങളിൽ എൻ്റെ ആത്മാവിനോട് കർത്താവ് കൂടെ കൂടെ ഇടപെടുന്നൊരു വചനമാണ്. എൻ്റെ മകനെ, നീ അതീവ ശ്രദ്ധയുള്ളവനായിരിക്കണം, നീ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം. ഞാൻ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന വിളിയോടുള്ള ബന്ധത്തിൽ, ഞാൻ നിന്റെ മേലിട്ടിരിക്കുന്ന ശുശ്രൂഷ നിയോഗത്തോടുള്ള ബന്ധത്തിൽ നീ അതീവ ജാഗ്രതയും ശ്രദ്ധയുമുള്ളവനായിരിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും പിശാച് വഴിതെറ്റിക്കുന്ന ഈ ദുഷിച്ച കാലഘട്ടത്തിൽ, നാളുകളിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷകരോട് പറയാ, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ. തൻ്റെ കുടുംബസ്ഥരോട് ആത്മാവ് പറയാ, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ. തൻ്റെ വൈദികരോട്, സമർപ്പിതരോട് ആത്മാവ് പറയാ, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവീൻ. എന്തിലാണ് ശ്രദ്ധ വേണ്ടത്? കർത്താവ് തന്നിരിക്കുന്ന വിളിയിൽ, കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ, കർത്താവ് നമ്മുടെ മേലിട്ടിരിക്കുന്ന അവിടുത്തെ പ്രസാദവരത്തിൻ്റെ നിറവിൽ, ആ സമൃദ്ധിയിൽ നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കൂടെ കൂടെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചോദിക്കണം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചോദിക്കണം. അടങ്ങാത്തൊരു വാഞ്ച, അടങ്ങാത്തൊരു വാഞ്ച. എന്റെ കർത്താവേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ ഉണർത്തണമേ, പുതിയ അഭിഷേകത്താൽ എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ. ഈ ഒരു അടങ്ങാത്ത വാഞ്ച എന്റെ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ശിലുക്കാട് സുവിശേഷം 11-ാം അധ്യായം 13-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്കുന്നവർക്ക്. ആർക്കാണ് ഈ പുതിയ അഭിഷേകം ലഭിക്കുന്നത്? ചോദിക്കുന്നവർക്കാണ്. ഈ അഭിഷേകത്തിന് വേണ്ടി ആരെല്ലാം ചങ്ക് തുറന്ന് ചോദിക്കുന്നുവോ, ആത്മാർത്ഥമായി ചോദിക്കുന്നുവോ, അടങ്ങാത്ത ദാഹത്തോടെ ചോദിക്കുന്നുവോ, അവരിൽ ഈ അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് നൽകുകയാണ്. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഓ ജീസസ്. ഈ പകർച്ചയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായൊരു ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉയരണം. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി തൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവിടുന്ന് നൽകുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ അത്രയും പ്രഷ്യസ് ആണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 25-ാം വചനത്തിൽ ഈ അഭിഷേക തൈലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലമുണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധമായ അഭിഷേക തൈലം, വിശുദ്ധമായ അഭിഷേക തൈലം. ഈ തൈലമാണ് നമ്മുടെ മേൽ കർത്താവ് ഒഴിക്കുവാൻ പോകുന്നത്. ഈ 2024 പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ അഭിഷേക തൈലമാണ് നമ്മുടെ മേൽ കർത്താവ് ഒഴിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഒഴിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ കർത്താവ് ഒഴിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമുക്ക് നിരന്തരമായ അടങ്ങാത്തൊരു വാഞ്ചയുണ്ടായിരിക്കേണ്ടത്. കർത്താവേ, ഈ വിശുദ്ധമായ അഭിഷേക തൈലം എൻ്റെ ശിരസിൽ പുരട്ടണമേ, എൻ്റെ ശരീരം മുഴുവനും അത് അങ്ങ് പുരട്ടണമേ. ഈ അഭിഷേക തൈലത്താൽ അവിടുന്ന് എന്നെ കഴുകണമേ. ഓ സ്തുതിക്കുന്നു. എത്ര ശ്രേഷ്ഠമായൊരു അനുഭവമാണ്, അതെത്രയോ മാധുര്യമുള്ളൊരു അനുഭവമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളത് രുചിച്ചാൽ, നമ്മളത് അനുഭവിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഈ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി ജീവിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, അത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കും. വിശുദ്ധമായ അഭിഷേക തൈലം അത് വളരെ പ്രഷ്യസ് ആണ്. ഈ അഭിഷേക തൈലം വളരെ അമൂല്യമാണ്. അത് വളരെ വിലപിടിപ്പുള്ളതാണ്, വിലയേറിയതാണ്, ശുദ്ധമാണ്, അത്രയും പ്രഷ്യസ് ആണ്. അതിനു വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഏലീശ ആഗ്രഹിച്ചില്ലേ? രാജാക്കന്മാർ 2-ാം പുസ്തകം 2:13 ആഗ്രഹം, ആ വാഞ്ച അവനിൽ വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ
മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. ഏലിയായുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഡബിൾ പോർഷൻ അനോയിന്റിങ് എലീശായുടെ മേൽ പകരപ്പെടുകയാണ്. അതിൻ്റെ അടയാളമാണ് ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കി. ആ അഭിഷേകത്തിൻ്റെ പുതപ്പ് എലീശയുടെ മേൽ വന്ന് വീഴുകയാണ്. ഇന്ന് കർത്താവ് ഇതുപോലെ പുതിയ അഭിഷേകത്തിന്റെ പുതപ്പ് നമ്മൾ അണിയിപ്പിക്കുന്നുണ്ട്. ആ ബ്ലാങ്കറ്റിനുള്ളിൽ അവിടെ നമ്മളെ മറയ്ക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് അനുഭവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ അടങ്ങാത്തൊരു വാഞ്ചയുണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം വചനത്തിൽ എന്താണ് അമ്മ പറഞ്ഞത്? വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി. ആരെയാണ് സംതൃപ്തരാക്കിയത്? വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തമാക്കിയത് വിശക്കുന്നവരെയാണ്. ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി, ഈ അനോയിന്റിങ്ങിന് വേണ്ടി അടങ്ങാത്തൊരു ദാഹവും വിശപ്പും നമ്മുടെ അകത്തുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയമായി നിർജീവമായിട്ടുള്ളവരാകരുത്. നമ്മൾ ആത്മീയ നിസ്സംഗതയുള്ളവരാകരുത്. നമ്മൾ ഈ വചനങ്ങളെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ഉള്ളിൽ അറിയാതൊരു നിസ്സംഗത വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണമേ. നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറണം, ഹൃദയത്തിന് നിസ്സംഗത മാറണം. ചങ്ക തുറന്ന് ആത്മാർത്ഥമായി വിശപ്പോടെ ആത്മാവിന്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ നിലവിളിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കരമുയർത്തണം. സഹോദരങ്ങളെ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തിപ്പെടുത്തുകയാണ്. ഈ ഒരു വിശപ്പ് നമുക്കുണ്ടാകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. കർത്താവ്, ഈ അഭിഷേക തൈലം എന്റെ മേൽ പുരട്ടണമേ. ഈ വിശുദ്ധമായ അഭിഷേക തൈലത്താൽ എന്നെ കഴുകണമേ. അവിടെ നിന്ന് കഴുകണമേ. ഒന്ന് കരമുയർത്തിക്കേ. ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ ഒന്ന് വിളിച്ച് ആത്മാവേ, വിളിച്ചു പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം തുറക്കി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി എന്റെ മേൽ ഈ അഭിഷേകം ഇടുക. ഏലിയാൽ വീണ് കിട്ടിയ മേലങ്കി, അത് അഭിഷേക മേലങ്കിയാണ്. അത് അഭിഷേകത്തിന്റെ മേലങ്കിയാണ്. അത് കൃപയുടെ മേലങ്കിയാണ്. അത് ദൈവശക്തിയുടെ മേലങ്കിയാണ്. കർത്താവേ, ഈ അഭിഷേക മേലങ്കി എന്റെ മേലിടുക. ഈ അഭിഷേക മേലങ്കി എന്നെ പുതപ്പിക്കുക. ഹോളി സ്പിരിറ്റ് കരമുയർത്തി കൂടെ വിളിക്കുന്ന ആത്മാവേ, ഹല്ലേലൂയ. വിളിച്ച് ആത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹോളി സ്പിരിറ്റ് പുതിയ അഭിഷേകമായി അനേകം കുടുംബങ്ങളിലേക്ക് മഴ പോലെ ഫ്രഷ് അനോയിന്റിംഗ് ആഗ്രഹിക്കുന്ന ഓരോ ആത്മാവിലേക്ക്, അടങ്ങാത്ത വാഞ്ചയോടായിരിക്കുന്ന ഓരോ ജീവിതത്തിലേക്ക് വരിക. ആത്മാവേ വരിക. ഒരിക്കൽ കൂടെ കരമുയർത്തി ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ് ആത്മാവേ. സഹോദരങ്ങളെ, ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ടീം ഷെക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം പ്രാർത്ഥിക്കുന്നതാണ്. ഈ ദിനങ്ങളിൽ ഈ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരുത്തുറ്റ യോദ്ധാക്കളായി, ആത്മാവിൻ്റെ പുതുതലമുറയായി നമ്മളെല്ലാം മാറ്റപ്പെടണം. ആത്മാവിൻ്റെ ഈ പുതിയ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ സംഭവിക്കുന്ന റിസൾട്ട് എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കണം.
പുതിയ അഭിഷേകത്തിൻ്റെ പകർച്ചയാൽ നമ്മൾ പൂരിതരാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമതായി ശ്രദ്ധിക്കണമേ, ന്യൂ റിവൈവലാണ്, ഒരു പുതിയ ഉണർവാണ്. എപ്പോഴെല്ലാം കർത്താവ് ഒരു പുതിയ അഭിഷേകം നമുക്ക് നൽകുന്നുവോ അപ്പോഴെല്ലാം ഒരു പുതിയ ഉണർവുണ്ടാവുന്നു. ഒരു പുതിയ ഉണർവ്, ആത്മാവിൻ്റെ ഒരു പുത്തൻ വേവ്, അഭിഷേകത്തിനൊരു പുതിയ വേവ്, ഒരു തരംഗമടിക്കുകയാണ്. നമ്മുടെ സഭാ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. എപ്പോഴെല്ലാം പുതിയ പുതിയ അഭിഷേകം കർത്താവ് കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ സഭയിൽ വെളിപ്പെടുത്തുമ്പോൾ ആ സമയങ്ങളിലെല്ലാം ആത്മാവിൻ്റെ പുതിയ ചലനങ്ങൾ സഭയിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ അഭിഷേകത്തിൻ്റെ പകർച്ച കർത്താവ് നൽകുമ്പോൾ ഒന്നാമത്തെ റിസൾട്ടാണ് പുതിയ ഉണർവ്, ന്യൂ റിവൈവൽ. ഫ്രഷായി റിവൈവൽ ഉണ്ടാവുകയാണ്, ഉണർവ് ഉണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സഭയ്ക്ക് ആവശ്യം എന്താണ്? ആത്മാവ് നൽകുന്ന ഈ റിവൈവലാണ്, ഉണർവാണ്. സഭ ഇന്ന് വരണ്ടിരിക്കുന്ന ഒരു മരുഭൂമിക്ക് തുല്യമായിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ ശുഷ്കമായി പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് നനവില്ലാത്ത ശുശ്രൂഷകളെ പലപ്പോഴും അത് മാറ്റപ്പെടുന്നുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു. ആത്മാവിൻ്റെ ശക്തമായൊരു മൂവ്, പരിശുദ്ധാത്മാവിൻ്റെ ഉഗ്രമായ ചലനങ്ങൾ അനുഭവിക്കുവാൻ അവിടുത്തെ ജനത്തിന് കഴിയാതെ പോകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരായി ഞാനും നിങ്ങൾ പലപ്പോഴും ഈ അഭിഷേകത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി വില കൊടുക്കുവാനും ത്യാഗമെടുക്കുവാനും അതിനുവേണ്ടി നിലവിളിക്കുവാനും കാത്തിരുന്ന് പ്രാപിക്കുവാനും നമ്മൾക്കിന്ന് കഴിയാതെ പോകുന്നു. നമ്മൾ അതിൽ അലസരും അശ്രദ്ധയുമുള്ളവരായി മാറുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള, തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള, ഈ തലമുറയ്ക്ക് വേണ്ടിയുള്ള പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഒരു സംശയം നമുക്ക് വേണ്ട. ഈ അഭിഷേകത്തിൻ്റെ പകർച്ച വെളിപ്പെടുമ്പോൾ പുതിയ റിവൈവലുകൾ, ഉണർവിൻ്റെ ശക്തമായ തരംഗങ്ങൾ സഭയിൽ, സമൂഹങ്ങളിൽ, ലോകത്തിൽ മുഴുവൻ സംഭവിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:4 അങ്ങനെ സംഭവിച്ച ഒരു റിവൈവൽ അവിടെ പറയുന്നത്. അഭിഷേകത്തിൻ്റെ ഒരു പുതിയ പകർച്ചയാൽ അപ്പോസ്തലന്മാർ അവർ നിറയപ്പെട്ടപ്പോൾ, ഈ പകർച്ച അവർ പ്രാപിച്ചപ്പോൾ എന്താ സംഭവിച്ച? അവരിലൂടെ ഒരു പുതിയ റിവൈവൽ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. സഭ ജന്മം കൊള്ളുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്താൽ അവരെല്ലാം നിറയപ്പെട്ടു. ആത്മാവിൻ്റെ അഭിഷേകത്താൽ കർത്താവ് അവരെ എല്ലാം പൂരിതരാക്കി. യെസ്, അവർ ആത്മാവിൽ നിറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ പകർച്ച ശിഷ്യന്മാരുടെ മേൽ ഉണ്ടായപ്പോൾ, ആത്മാവിൻ്റെ പകർച്ചയാ ആ സെഗിയോൻ മാളികയെ കർത്താവ് പൂരിതമാക്കിയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 2:6 വരണം. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ശ്രദ്ധിക്കുക, അഭിഷേകത്തിന് ഒരു പുതിയ പകർച്ച അപ്പോസ്തലന്മാരുടെ മേൽ പകരപ്പെട്ടപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിന് വേവ്, തരംഗമുണ്ടായപ്പോൾ വലിയ ആരവമുണ്ടായി. ആത്മാവിൻ്റെ ഈ ആരവം ആയിരങ്ങളെ, 10,000-ങ്ങളെ ആ സ്ഥലത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക. ഇതാണ് സംഭവിക്കുക. ജനം ആകർഷകരായി. പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ്ങിലേക്ക് ജനം ആകർഷിക്കപ്പെട്ടു. ആത്മാവിൻ്റെ തീയുള്ള ആ തീ സാന്നിധ്യത്തിലേക്ക് ജനം ആകർഷിക്കപ്പെട്ടു. ആത്മാവിൻ്റെ ചൂട് അവർക്ക് അനുഭവപ്പെട്ടു. ആത്മാവിൻ്റെ കാറ്റ് അവരുടെ മേൽ ആഞ്ഞടിച്ചു. ജനമെല്ലാം ഒന്നിച്ചു കൂടുകയെ സഹോദരങ്ങളെ. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്താ കാണുന്നത്?
ആത്മാവ് നൽകുന്ന റിവൈവലാണ്. സഭയ്ക്ക് പരിശുദ്ധാത്മ കൊടുത്ത റിവൈവലാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം എന്താ? ആത്മാവ് തരുന്ന ഈ ഉണർവ്. നമ്മുടെ കുടുംബങ്ങൾ ഉണർവ് നഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപ മങ്ങിപ്പോയി. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ദൈവവചനമില്ല. കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ല. കുടുംബങ്ങളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമില്ല. കുടുംബങ്ങളിൽ ആരാധനയില്ല. കുടുംബങ്ങളിൽ പരിശുദ്ധ ജപമാലയില്ല. കുടുംബങ്ങളിൽ പങ്കുവെക്കലില്ല. കുടുംബങ്ങളിൽ സ്നേഹമില്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? ആത്മാവിൻ്റെ അഭിഷേകം വറ്റിപ്പോയി. ഉണർവ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് താറുമാറാകുന്നു. ഇന്ന് കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. നമ്മുടെ മക്കൾ പലരും പല വഴിക്ക് ചെതറിപ്പോകുന്നു. സഹോദരങ്ങളെ, ഈ ആത്മീയ നാശത്തിന് കാരണം എന്താ? എന്താണ് ഈ നാശത്തിന് കാരണം? നമ്മളിലേക്ക് പകരപ്പെട്ട അഭിഷേകം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധയില്ലാത്തവരായി, നമ്മൾ കെയർലെസ് ആയി, നമ്മുടെ ജാഗ്രത നഷ്ടപ്പെട്ടു. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, ശക്തമായ റിവൈവൽ വെളിപ്പെടുകയാ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആത്മാവ് നൽകുന്ന ഉണർവിൽ മാനസാന്തരങ്ങളുണ്ട്. അവിടെ എന്താ സംഭവിച്ച്? അപ്പോസ്തലപ്രവൃത്തി 2:37 പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ജനം അനുതപിച്ചു. ജനത്തിന് മാനസാന്തരമുണ്ടായി. ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? ആത്മാവ് നൽകുന്ന ഉണർവിൽ മാനസാന്തരമുണ്ട്, അനുതാപമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് അടങ്ങാത്ത സ്നേഹവും ആഗ്രഹവുമുണ്ട്. വചനത്തോട് അഭിനിവേശം വർദ്ധിക്കുന്നു. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടുന്നു. കർത്താവിൻ്റെ വചനത്താൽ പണിയപ്പെടുന്ന ജീവിതങ്ങളായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആത്മാവിൻ്റെ റിവൈവൽ ഉണ്ടാകുമ്പോൾ. ഈ റിവൈവൽ എപ്പോഴുണ്ടാകുന്നത്? ഈ പുതിയ അഭിഷേകത്തിന് പകർച്ചയുണ്ടാകുമ്പോൾ. എവിടെ ഫ്രഷ് അനോയിന്റിംഗ് ഉണ്ടോ അവിടെ പുതിയ ഉണർവിന്റെ അലയടികൾ ഉണ്ട്. ഹല്ലേലൂയ! സ്തുതിക്കുന്നു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഉണർവിൽ ദൈവഭയമുണ്ട്. കർത്താവിനോട് റെവറൻസ്, ആത്മീയ കാര്യങ്ങളോട്, ദൈവവചനത്തോട്, സുവിശേഷ സത്യങ്ങളോടൊക്കെ ബഹുമാനവും ആദരവും വർദ്ധിക്കും. പരിശുദ്ധ കുദാശകളോട് ഇന്ന് റെവറൻസ് നഷ്ടപ്പെട്ട ഒരു തലമുറയാണ്. ഈ റെവറൻസ് വർദ്ധിക്കുകയാണ്. എപ്പോഴാ? ഈ റിവൈവൽ ഉണ്ടാകുമ്പോൾ. ഏത് റിവൈവല്? പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന ഉണർവിൽ, പരിശുദ്ധാത്മാവ് തൻ്റെ കുടുംബങ്ങൾക്ക് നൽകുന്ന ഉണർവിൽ, തൻ്റെ ശുശ്രൂഷകർക്ക് നൽകുന്ന ഉണർവിൽ, തൻ്റെ യുവജനങ്ങൾക്ക്, തൻ്റെ കുഞ്ഞുമക്കൾക്ക് ആത്മാവ് നൽകുന്ന ഉണർവിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവഭയമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വലിയ ഡെലിവറൻസുകളുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:43 ആ വചനം എടുത്ത്. അപ്പോസ്തലപ്രവൃത്തി 2:43 എല്ലാവരിലും ഭീതിയുളവായി ദൈവഭയം. ഫിയർ ഓഫ് ദ ലോർഡ്. ആത്മാവിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട് എല്ലാവരിലും ദൈവഭയമുണ്ടായി. ലൗകികത വിട്ടുപോയി, ജഡീകത വിട്ടുപോയി, ഭൗതികത വിട്ടുപോയി, പൈശാചിക രൂപികൾ, പീഡകൾ വിട്ടുപോയി. കർത്താവിന്റെ ജനം ദൈവഭയത്താൽ നിറയപ്പെട്ടു. എപ്പോഴാ? ഈ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെട്ടപ്പോൾ, ഈ റിവൈവൽ വെളിപ്പെട്ടപ്പോൾ ജനം ദൈവഭയം കൊണ്ട് നിറഞ്ഞു. വീണ്ടും അവിടെ എന്തുണ്ടായി? അത്ഭുതങ്ങൾ, ഉഗ്രമായ അടയാളങ്ങൾ, ഡെലിവറൻസുകൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. പൈശാചിക കെട്ടുകൾ പൊട്ടി, സാത്താൻ കോട്ടകൾ തകർന്നു, പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോയി. ഉഗ്രമായ ഡെലിവറൻസുകൾ, അത്ഭുത രോഗശാന്തികൾ, ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വെളിപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, സഭ വളരുകയാണ്. ശ്രദ്ധിക്കണം. ഇതാണ് പുതിയ അഭിഷേകത്തിൽ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ അനോയിന്റിങ് വെളിപ്പെടുമ്പോൾ ഇതെല്ലാം തനിയെ സംഭവിക്കും. ഇതാണ് ഇനി സഭയിൽ സംഭവിക്കേണ്ടത്. കർത്താവ് ഈ ഒരു പകർച്ച നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നു.
വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ അഭിഷേകത്തിൻ്റെ പകർച്ച തൻ്റെ സഭയ്ക്ക് കർത്താവ് നൽകി. ആ അഭിഷേക പകർച്ചയിലാണ് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം പോലുള്ള അനേക ആത്മീയ മുന്നേറ്റങ്ങൾ സഭയിൽ രൂപപ്പെട്ടത്. ഈ മുന്നേറ്റങ്ങൾ വഴി ജനലക്ഷങ്ങൾ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനും സഭയ്ക്കുമായി അവർ സമർപ്പിച്ചു. അനേകർ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ടിറങ്ങി. അനേകം കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. അനേകം ആയിരങ്ങളിൽ മാനസാന്തരത്തിന് അഗ്നി കത്തി. എത്രയെത്രയോ ജീവിതങ്ങൾ കർത്താവിനായി രൂപാന്തരപ്പെട്ടു. ഈ റിവൈവലിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ പോയി. പക്ഷെ ഇന്ന് ആ ഉണർവിൻ്റെ തീ ഫെയ്ഡായി ഈ അഭിഷേകം ഇന്ന് ഫെയ്ഡായി മങ്ങി. ഇന്ന് തീയില്ല, ഇന്ന് പുക മാത്രമേ ഉള്ളൂ സഹോദരൻ. ദുഃഖ വേദന കൊണ്ട് പറയാ, ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീ കത്തി പടരേണ്ട സമയത്ത് തീയില്ലെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായി പിന്നെ പുകയാണ്. പുകയിൽ നിന്ന് അടുപ്പ് കണ്ടിട്ടില്ല, കാരണം തീ കെട്ടുപോയി. തീ കെടുമ്പോൾ, തീ അണയുമ്പോൾ പിന്നെ പുകയാണ് ഉയരുന്നത്. ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഭിഷേകത്തിന് ഫയർ കെട്ടുപോയി. സഹോദരങ്ങൾ, ഇനിയും നമുക്ക് ഈ ഒരു ന്യൂ അനോയിന്റിങ് ആവശ്യമാണ്. ആത്മാവ് നൽകുന്ന ഫ്രഷ് അനോയിന്റിങ്, പുതിയ അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. എന്തിനു വേണ്ടി? ഒരു ന്യൂ റിവൈവലിന് വേണ്ടി, ഒരു പുതിയ ഉണർവിന് വേണ്ടി. നമ്മുടെ കുടുംബങ്ങൾ ഈ ഉണർവിലേക്ക് വരണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ. ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. എന്തുമാത്രം തിന്മയിലെ നമ്മുടെ മക്കള്. എല്ലാവരും നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ നല്ലൊരു ശതമാനം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് തിന്മയിലാണ്. അശുദ്ധമായ ബന്ധങ്ങള്, തെറ്റായ പ്രണയങ്ങള്, മാതാപിതാക്കൾ അറിയാത്ത ചില കൂട്ടുകെട്ടുകള്, മ്ലേച്ഛതകള്, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങള്, മയക്കമരുന്ന്. ഇത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ നല്ലൊരു ശതമാനം പെൺകുട്ടികളാണ്. എത്ര പെൺകുട്ടികൾ അബോർഷന് വിധേയരാകുന്നത് +1 +2 പഠിക്കുന്ന കുട്ടികളാണെന്ന് ആലോചിക്കണം നിങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കള് കൊടിയ തകർച്ചയിലാണ്. ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കണ്ടേ? നമ്മുടെ സഭയിൽ ഈ അഭിഷേകം പടരണ്ടേ? നമ്മുടെ കുടുംബങ്ങളിൽ ഈ അഭിഷേകം ഒഴുകണ്ടേ? നമ്മുടെ സമൂഹങ്ങളിൽ ഈ അഭിഷേകത്തിന് ചൂട് വെളിപ്പെടണ്ടേ? അതിനു വേണ്ടിയ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, ഈ നാളുകളിൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യൂ റിവൈവൽ. എവിടെ പുതിയ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടോ അവിടെ ഉണർവിന്റെ വേവ്സ്, തരംഗങ്ങളുണ്ട്, ചലനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭാ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, സംഭവങ്ങൾ കാണാൻ കഴിയും. ഒരു ആമേൻ പറഞ്ഞ്. ആമേൻ. പോരാ, ശക്തിയോടെ പറഞ്ഞ് ആമേൻ. പലപ്പോഴും എൻ്റെ ഉള്ളിൽ പല വേദന വരാറുണ്ട്. ഉദാഹരണത്തിന് 10 നിലയുള്ള വലിയൊരു കെട്ടിടം, അതിലെ 10ാമത്തെ നിലയും 9ാമത്തെ നിലയും 8 നില, അങ്ങനെ 8ാമത്തെ നില, അങ്ങനെ 3 നിലകളും, ഏറ്റവും മുകളിൽ 3 നിലകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആ നിലകളിലൊക്കെ ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ തീ പിടിച്ച് വെന്തുകൊണ്ടിരിക്കുക. നമുക്ക് ഫയർ എഞ്ചിനൊക്കെ വന്നു. പക്ഷേ ഫയർ എഞ്ചിനും ആ തീ കെടുത്താൻ 6 നിലയിൽ വരെയുള്ള തീ കെടുത്താനുള്ള ശക്തി, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയും അതിനുള്ള സംഗതികളോ ഉള്ള ഈ ഫയർ എഞ്ചിനെ. ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഈ ഏറ്റവും മുകളിൽ ഈ 3 നിലകളിലുള്ള മനുഷ്യര് വെന്ത് മരിക്കുന്നത് നിസ്സഹായതയോടുകൂടി, വേദനയോടുകൂടി നമ്മൾ നോക്കി നിൽക്കുകയാണ്. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഹെൽപ്ലെസ് ആയൊരു സിറ്റുവേഷൻ, ഹോപ്പ്ലെസ് ആയൊരു സിറ്റുവേഷൻ. പലപ്പോഴും ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ കർത്താവ് വിളിച്ചിരിക്കുന്നു, കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ബോധ്യമുണ്ട്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല, പല ശ്രേഷ്ഠ അഭിഷിക്തരെ പങ്കുവെക്കാറുണ്ട്, കർത്താവിൻ്റെ പ്രവാചകർ പങ്കുവെക്കാറുണ്ട്. പലരും വേദനയോടെ പറയാറുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. ഒത്തിരി ആത്മാക്കൾ നശിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ നശിക്കുന്നു, യുവമക്കൾ നശിക്കുന്നു. അവരെ രക്ഷിക്കാൻ, അവരെ വീണ്ടെടുക്കാൻ പറ്റാത്ത വണ്ണം, കാരണം അതിനെ മറികടക്കുന്ന, അതിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേലില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ 5-6 നില വരെയുള്ളവർ രക്ഷിക്കാനേ പറ്റുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പോകാൻ അതിനേക്കാൾ ഹയർ ലെവൽ എക്യുപ്മെൻറ്റ്സും അതിനെ പറ്റുന്ന എഞ്ചിനും അതിന് പറ്റുന്ന ഉപകരണങ്ങളൊക്കെ വേണം. അത് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നിസ്സഹായരായിട്ട്
ആ തീ ഇങ്ങനെ കത്തിപ്പിടിക്കുമ്പോൾ ദൈവമേ എന്നും പറഞ്ഞ് നിലവിളിച്ച് നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവരെ ആ തീയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മുടെ വളരെ വളരെ വേദനാജനകമായ അവസ്ഥയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇവിടെയാണ് നമ്മൾ കൂട്ടത്തോടെ ആത്മാവിൻ്റെ പുതു അഭിഷേകത്തിന് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. ഈ അഭിഷേകം പ്രാപിക്കുവാനായി, ഈ അഭിഷേകം ഏറ്റെടുക്കുവാനായി നാം നമ്മെ തന്നെ സജ്ജമാക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളെ സജ്ജമാക്കേണ്ടത്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മാവിൻ്റെ ഈ പുതിയ അഭിഷേകത്തിൻ്റെ പകർച്ച സംഭവിക്കുമ്പോൾ ന്യൂ പവർ, ഒരു പുതിയ ശക്തി വെളിപ്പെടുകയാണ്. പുതിയ ശക്തി, ആത്മാവിൻ്റെ പുത്തൻ ശക്തി നമുക്കിന്നത് ആവശ്യമാണ്. അതുപോലത്തെ പാപപ്രലോഭനങ്ങളും പാപമ്ലേച്ഛതകളുമാണ് ഈ നാളുകളിൽ പിശാച് നമ്മുടെ മുൻപിൽ ഉയർത്തിയിരിക്കുന്നത്. ഈ പാപപ്രലോഭനങ്ങളെയും മ്ലേച്ഛതകളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മുടെ മസിൽ പവർ കൊണ്ട് പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നും ഒരു തരത്തിലും കപ്പാസിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ഈ മസിൽ പവറൊക്കെ. എന്തോരുണ്ട് പ്രിയപ്പെട്ട, ഒരു ചെറിയ പനി അടിച്ച പൂതാക്കെടുക്കും നമ്മുടെ മസിൽ പവറൊക്കെ. പിന്നെ തല പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ മസിൽ പവറൊക്കെ അത്രയേ ഉള്ളൂ അതിനൊക്കെ പവർ. നമ്മുടെ മണി പവറോ നമ്മുടെ ബ്രെയിൻ പവറോ ഒന്നും പറ്റത്തില്ല. പിശാച് ഈ നാളുകളിൽ ഉയർത്തിയിരിക്കുന്ന പാപം മ്ലേച്ഛതകളെ ചവിട്ടി മറികടന്ന് ദൈവകൃപയിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ഈ പുതിയ അഭിഷേകം കൂടിയേ തീരൂ. ഫ്രഷ് അനോയിന്റിങ്, യെസ്, ഫ്രഷ് അനോയിന്റിങ്, ഫ്രഷ് അനോയിന്റിങ്, ഫ്രഷ് അനോയിന്റിങ്, ആത്മാവിൻ്റെ ഫ്രഷ് അനോയിന്റിങ് നമുക്ക് കൂടിയേ തീരൂ സഹോദരങ്ങളെ. ന്യൂ പവർ, ഒരു പുതിയ ബലം നമുക്ക് വേണം. പുതിയ ബലം നമുക്ക്, നമ്മുടെ മുൻപിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളാകുന്ന വെല്ലുവിളികൾ പിശാച് ഉയർത്തുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ എന്തൊക്കെ പ്രതിസന്ധികളിലാണ് നമ്മുടെ സഭയുടെ അവസ്ഥ. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, എല്ലാവരും ഒരു മൂടലാണ്. കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, കൃത്യമായൊരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. പോകേണ്ട വഴി കൃത്യതയോടുകൂടി ദൈവജനത്തിനെ കാണിച്ചു കൊടുക്കുവാൻ പലപ്പോഴും നമ്മുടെ സഭാ നേതൃത്വത്തിന് പറ്റുന്നില്ല. അത് അവിടെ ദുർബലത കൊണ്ടല്ല, ആ വിധം ഒരു മൂടൽ ഇന്ന് എല്ലാ ഇടങ്ങളിലും വന്നുപെട്ടിരിക്കുകയാണ്. ഇതിനുള്ള പരിഹാരം എന്താ? ദൈവജനം, ദൈവമക്കൾ മുട്ടുകുത്തി കൈവിരിച്ച് സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. ഇതിനുള്ള പരിഹാരം ആത്മാവ് നൽകുന്ന പുതിയ ശക്തിയാണ്. ന്യൂ പവർ, ന്യൂ അനോയിന്റിങ്. അഭിഷേകത്തിന്റെ പുതുശക്തി വെളിപ്പെടുമ്പോൾ ഈ മൂടലുകളും കെട്ടുകപാടുകളും പീഡകളൊക്കെ വിട്ടൊഴിഞ്ഞു പോകും, മാറ്റങ്ങളുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, അപ്പോസ്തല പ്രവർത്തനം 1:8 എന്താ ഈശോ പഠിപ്പിച്ചത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പറഞ്ഞേ, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ശക്തി പ്രാപിക്കും. നമുക്കിത് ആവശ്യം ഈ ഡുനാമിസ് പവറാണ്. ഡുനാമിസ് പവർ, ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഡുനാമിസ് പവറാണ്. പുതിയ അഭിഷേകം എന്ന് പറയുന്നത് ഈ ഡുനാമിസ് പവറാണ്. ഈ പുതിയ അഭിഷേകത്തിൽ പുതിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അഭിഷേകം എവിടെയെല്ലാം പകരപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ ശക്തിയുടെ വ്യാപനമുണ്ട്, ഈ ശക്തിയുടെ പ്രകടനമുണ്ട്, ഈ പുതുശക്തിയുടെ പ്രതിഫലനമുണ്ട്, പ്രവർത്തനമുണ്ട്. സംശയിക്കേണ്ട നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 4:14 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താ സംഭവിച്ചത്? യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ, പറഞ്ഞേ, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ, പറഞ്ഞേ, ആത്മാവിൻ്റെ ശക്തിയോട്. അത്ഭുത സ്വരത്തിൽ പറഞ്ഞേ, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മശക്തിയെ നമുക്ക് ആവശ്യം. പുതിയ അഭിഷേകം നമുക്ക് തരുന്നതാണ്. പുതിയ ശക്തി, ഫ്രഷ് ആയിട്ടുള്ള പവർ, ഒരു ന്യൂ പവർ, പുതിയ ഫലം നമുക്ക് കിട്ടുക. എന്തിനു വേണ്ടി? പിശാചിൻ്റെ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, അവൻ്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ,
അവൻ്റെ കോട്ടകളെ കീഴ്പ്പെടുത്തി അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കുവാൻ, അനേകം കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, തകർന്നിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിത്യനാശത്തിലേക്ക് പോകുന്ന അസംഖ്യ ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ ഈ പുതിയ ശക്തി, ഈ ആത്മശക്തി സഹോദരങ്ങളെ നമുക്ക് കൂടിയേ തീരൂ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. 14-ാം അധ്യായത്തിലാണ്. 5-6 വചനങ്ങൾ സാംസണോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു സാംസണോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിന്മനായിലേക്ക് പോയി. അത് സ്ഥലപ്പേരാണ്. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനങ്ങളിൽ 4 കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ. 4 കാര്യങ്ങൾ. ഏതാണ് ഈ 4 കാര്യങ്ങൾ? ഒന്നാമതായി, സംസൺ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറിക്കൊണ്ടുവരികയാണ്. 14-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. എൻ്റെ സഹോദരങ്ങളെ, പത്രോസ്ലീഹ പറയുന്നുണ്ട്, എന്താ പറയുക, അലറുന്ന സിംഹത്തെ പോലെ, സിംഹമല്ല, സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ അവൻ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേരെ അവൻ അലറി വരും. നമ്മളെ ഭയപ്പെടുത്തുന്ന വാക്കുകളുമായി, നമ്മളെ പ്രകോപിപ്പിക്കുന്ന വാക്കുകളുമായി, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ വിഷാദത്തിലാക്കുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന വാക്കുകളും പ്രതിസന്ധികളുമായി അവൻ നമ്മുടെ മേ നേരെ അലറി വരും. ഇന്ന് നമ്മുടെ മേ നേരെ അലറി നിൽക്കുന്ന ഇതുപോലുള്ള അനേകം പൈശാചിക രൂപികൾ, പൈശാചിക പീഡകളുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, മാത്സര്യത്തിൻ്റെ, തെറ്റിദ്ധാരണയുടെ, ആശയക്കുഴപ്പത്തിൻ്റെ, സംശയത്തിൻ്റെ, സ്നേഹരാഹിത്യത്തിൻ്റെ എല്ലാം ഇതിങ്ങനെ അലറി നിൽക്കുക. ഇതെല്ലാം ഓരോ വിധത്തിലുള്ള പൈശാചിക പീഡകളാണ് സഹോദരങ്ങളെ. അലറിക്കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സിലാക്കി ഇതിനെ കീഴ്പ്പെടുത്തുവാൻ, ഈ പൈശാചിക പീഡകളെ നിർവീര്യമാക്കുവാൻ നമ്മുടെ മാനുഷിക കഴിവുകൾ കൊണ്ട്, ശക്തികൾ കൊണ്ട് സാധ്യമല്ല. ഇവിടെയാണ് ആത്മാവിൻ്റെ പുതുബലം നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം. നമ്മുടെ കൂട്ടായ്മകൾക്ക് നേരെ, നമ്മുടെ സഭയ്ക്ക് നേരെ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. ഇന്ന് ഒരുപാട് തിന്മയുടെ ശക്തികള്, എതിർ ശക്തികള്, വിപരീത ശക്തികള് സഭയ്ക്കെതിരെ അലറിക്കൊണ്ടുവരുന്നുണ്ട്. സഭയുടെ ശുശ്രൂഷകൾക്കെതിരെ, സഭാ പിതാക്കന്മാർക്കെതിരെ, വൈദികർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, സഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അലറിക്കൊണ്ടുവരികയാ. ഇതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ കർത്താവിന്റെ സഭയിൽ ആത്മാവിന്റെ പുതിയ ശക്തി വെളിപ്പെടണം. ഹല്ലേലൂയ. ആത്മാവിന്റെ പുതിയ ശക്തി വെളിപ്പെടണം. എങ്ങനെ വെളിപ്പെടും? ദൈവമക്കളായി നമ്മൾ ആത്മാവിനോട് സഹകരിക്കണം. നമ്മൾ ആത്മാവിനനുസരിക്കണം. നമ്മൾ ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി അടങ്ങാത്ത വാഞ്ചയോടെ നിലവിളിക്കണം. കർത്താവ് ഈ അഭിഷേക തൈലം നമ്മുടെ മേൽ ഒഴിക്കും. സഭ ശക്തിപ്പെടും. ഈ അലർച്ചകളൊക്കെ തകർക്കപ്പെടും. സഭയുടെ മുൻപിലുള്ള ഈ അലറിക്കൂവുകളൊക്കെ ഇതെല്ലാം നിർവീര്യമാകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് നമ്മുടെ നേരെ അലറിക്കൊണ്ട് പലതും വരുന്നുണ്ട്. അസ്വസ്ഥരാകണ്ട കേട്ടോ, പേടിക്കണ്ട. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ച പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി പൊരുന്നത് ആത്മാവാണ്. നമ്മളെ നയിക്കുന്നത് ആത്മാവാണ്.
നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്നവർ കരം പിടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പോരാ, പോരാ, ശക്തിയോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, കൂടെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. നമുക്ക് വേണ്ടി പൊരുതുന്നത് പരിശുദ്ധാത്മാവാ. നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാ. പിന്നെ ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്, എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തും അലറിക്കൊണ്ട് വരട്ടെ, ഈ അലറിച്ചുകളെ കൈകാര്യം ചെയ്യുവാൻ ആത്മാവിന്റെ കരങ്ങൾക്ക് ഇന്നും ശക്തിയുണ്ട്, ഇന്നും ശക്തിയുണ്ട്, ഇന്നും ശക്തിയുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, അലറിക്കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് വചനം പറയുന്നത്? 16-ാമത്തെ വചനം ശ്രദ്ധിച്ച്, 6-ാമത്തെ വചനം, കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ഇതാണ് എൻ്റെ കാര്യം. അലറിക്കൊണ്ട് വരുന്ന സമയത്ത് സ്പിരിറ്റ് സാംസണിൽ നിറയുകയാണ്. സാംസനെ എംപവർ ചെയ്യുകയാണ്. അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച കർത്താവ് കൊടുക്കുകയാണ്. അനോയിന്റിങ്ങിൻ്റെ ഒരു പകർച്ച സാംസന് കിട്ടുകയാണ്. അവൻ ശക്തിപ്പെടുകയാണ്. ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി. ഇതാണ് നമുക്കിത് വേണ്ടത്. ആത്മാവിൻ്റെ ശക്തീകരണം, ആത്മാവിലുള്ള പുതുബലം, ആത്മാവിൻ്റെ പുത്തൻ ശക്തി, ഇതാ നമുക്കിത് ആവശ്യം. അപ്പൊ എല്ലാ കെട്ടുകളും അഴിയും. സകല പൈശാചിക പീഡകളും തനിയെ വിട്ടുപോകും, തനിയെ വിട്ടുപോകും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. പരിശുദ്ധാത്മാവ് സർവശക്തനാ, പരിശുദ്ധാത്മാവ് സർവാധിപനാ. അവിടത്തേക്കെല്ലാം സാധ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, സാംസൺ ഇപ്പോൾ ആത്മാവിലായി. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മശക്തിയാൽ അവൻ പൂരിതനായി. ഇതാണ് എൻ്റെ കാര്യം. ഈ അഭിഷേകത്തിൻ്റെ പകർച്ച സാംസണിൽ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? 3-ാമത് അവൻ എന്താ പറയുന്നത്? ആയുധം കൂടാതെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആയുധം കൂടാതെ. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, ആയുധം കൂടാതെ, ആയുധം കൂടാതെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഏറ്റവും വലിയ ആയുധം എന്താണ്? അനോയിന്റിംഗ് ആണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകമാണ്. ആത്മാവ് നൽകുന്ന പുതിയ അഭിഷേകമാണ്. അത് മൈറ്റി വെപ്പൺ ആണ്, മൈറ്റി വെപ്പൺ. എന്റെ സഹോദരങ്ങളെ, അത് ശക്തമായ ആയുധമാണെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവ് നൽകുന്ന അനോയിന്റിംഗ്, ആത്മാവിന്റെ പുതിയ അഭിഷേകം, പുതിയ അനോയിന്റിംഗ്, അത് വലിയൊരു വെപ്പണാണ്, ആയുധം കൂടാതെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് കോട്ടയിലേക്കും കടന്നു ചെല്ലുവാൻ, ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ, പിശാചിന്റെ പിടികളെ പൊട്ടിക്കുവാൻ, അവന്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ, അവന്റെ സ്വാധീനങ്ങളെ നിർവീര്യമാക്കുവാൻ, അവന്റെ പിടികൾ അഴിക്കുവാൻ, അവന്റെ നുഖങ്ങൾ ഒടിച്ചു കളയുവാൻ, അവൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കുരുക്കുകളെ അഴിച്ചു മാറ്റുവാൻ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് കഴിയും. അനോയിന്റിംഗ്, അഭിഷേകം വളരെ വളരെ പവർഫുള്ളായ വെപ്പണാണ്. ഈ അനോയിന്റിംഗ് നമ്മുടെ മേലുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ സംരക്ഷണമാണ്, നമുക്ക് വലിയ സുരക്ഷിതത്വമാണ്. നമ്മൾ ശ്രദ്ധിക്കണം, അനോയിന്റിംഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അനോയിന്റിംഗ് നമ്മളെ സൂക്ഷിക്കുന്നു, അനോയിന്റിംഗ് നമ്മളെ നയിക്കുന്നു, അനോയിന്റിംഗ് നമ്മളെ പരിപാലിക്കുന്നു, അനോയിന്റിംഗ് നമ്മെ എംപവർ ചെയ്യുന്നു, ശക്തീകരിക്കുന്നു. അത്രമാത്രം പ്രഷ്യസ് ആണ് പ്രിയപ്പെട്ടവർ. ആയുധം കൂടാതെ. എന്തുകൊണ്ടാ? സാംസന്റെ മേൽ ആത്മശക്തി ഇറങ്ങി. ആത്മാവിന്റെ ശക്തി സാംസന്റെ മേൽ ഇറങ്ങിയപ്പോൾ അതാണ് ഏറ്റവും വലിയ ആയുധം. ഈ അനോയിന്റിംഗ് ആണ് ഏറ്റവും വലിയ ആയുധം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഇത്രയും ശക്തമായ ആയുധം സ്വീകരിക്കുവാനോ സ്വന്തമാക്കുവാനോ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. നമ്മൾ ലോകപരമായ ലൗകികമായ ആയുധങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലോകപരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള വസ്തുവകകളും മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ടാണ് പലതും നമ്മൾ പ്രവർത്തിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണങ്ങളാകുന്നു. അത് കുടുംബത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ. അതിസ്വാഭാവികമായ ആയുധമാണ് ആത്മാവിന്റെ അഭിഷേകം, അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് അതിസ്വാഭാവികമായ ആയുധമാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത് ആയുധം കൂടാതെ. കാരണം ആയുധമേതാ? അഭിഷേകമാണ്. ഈ അഭിഷേകം സംസന്റെ മേലുണ്ട്. അവന്റെ മേൽ ആത്മശക്തി ഇറങ്ങി, ആത്മാവിന്റെ തീ അവനിൽ കത്തി, ആത്മാവിന്റെ
സാന്നിധ്യത്തിന്റെ ശക്തിയാൽ അവൻ പൂരിതനായി. നാലാമതെന്താ പറയുന്നത്? ഈ അഭിഷേകം അവൻ്റെ മേൽ ഇറങ്ങി. വചനം പറയാണ്, അവൻ ആ സിംഹത്തെ ആട്ടിൻകുട്ടി എന്ന പോലെ ചിന്തിക്കളഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ. മുൻപിൽ സിംഹം അലറിക്കൊണ്ട് നിൽക്കുക. അയ്യോബേ, സിംഹത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും നമ്മൾ കിടന്ന് ഭയം, നമ്മൾ മുട്ടുകൂട്ടിയിടിക്കും. ഞാൻ ഒരിക്കലും കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഒരു പട്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളതിനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളൊരു പാമ്പ് വന്നാൽ എന്ത് ചെയ്യും മക്കളെ? ഞങ്ങൾക്ക് പറ്റുന്ന പോലെ അതിനെ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, ഒരു സിംഹം നമ്മുടെ നേരെ അലറി വന്നാൽ എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, സിംഹമെല്ലാം ചെയ്തുകൊള്ളൂ. സിംഹമെല്ലാം ചെയ്തുകൊള്ളൂ. അത് അത്രയും ശക്തനായ മൃഗമാണ്, ആനിമലാണ് സിംഹം. നീ ചിന്തിച്ച്, തൊട്ട് മുൻപിൽ അലറിക്കൊണ്ട് സിംഹം നിൽക്കുക. പക്ഷെ സാംസൺ നോക്കുമ്പോൾ സാംസനെ ഒരു ചെറിയ ആട്ടിൻകുട്ടി പോലെയാണ് സിംഹത്തെ. അത് അനോയിന്റിങ് ആണ്. കണ്ടു, അവൻ്റെ കാഴ്ചപ്പാട് മാറി, അവൻ്റെ കാഴ്ചപ്പാട് മാറി, അവൻ്റെ ചിന്താഗതികൾ മാറി, അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. ഇത് അവൻ്റെ കഴിവ് കൊണ്ടല്ല, സാംസന്റെ കരബലം കൊണ്ടല്ല, സാംസന്റെ ബുദ്ധിവൈഭവം കൊണ്ടല്ല, ആത്മാവിൻ്റെ അഭിഷേകത്താൽ, ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടായി, മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടായി. അതെല്ലാം ശക്തീകരിക്കപ്പെടുകയാണ്. സിംഹം അലറി നിൽക്കുമ്പോൾ ആട്ടിൻകുട്ടിയുമ്പേ എന്ന് പറഞ്ഞ് കരയുന്ന പോലെ സാംസനൊരു പേടിയും വരുന്നില്ല. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീഴാൻ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകണം. സിംഹം അലറിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ മരിച്ചു വീടില്ലേ നമ്മുടെ ഹാർട്ട് അത് സ്റ്റക്കായി പോവും. അത്രയും ഭയം നമ്മളെ ഗ്രസിക്കും, ഭയം നമ്മളെ പിടികൂടും. മുമ്പിൽ ഉഗ്രസിംഹം ഗർജിച്ച് അലറിക്കൊണ്ട് നിൽക്കുക. സാംസൺ നോക്കുമ്പോൾ ആട്ടിൻകുട്ടി കരയുന്ന പോലെ. ഈ സിംഹത്തിന് ജടയ്ക്ക് പിടിച്ച്, അതാണ് അനോയിന്റിങ്, ആ ജടയ്ക്ക് പിടിച്ച് അതിനെ ചീന്തിക്കളഞ്ഞു, ആയുധം കൂടാതെ. ശ്രദ്ധിക്കണമേ. പിശാച് ഉയർത്തുന്ന വെല്ലുവിളികൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ, സഭയ്ക്ക് നേരെ ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ, ഇതുപോലെയുള്ള പല പരിഹാസത്തിൻ്റെ കൂവലുകൾ, പല വിധത്തിലുള്ള തിന്മയുടെ പോരുകൾ, എതിർ ശക്തികൾ, വിപരീത ശക്തികൾ, തീവ്രവാദ ശക്തികൾ, ഇതൊക്കെ നമുക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. നമ്മളിതൊന്നും കണ്ട് ഭയപ്പെടരുത്. നമ്മൾക്കിന്ന് ഭയം ഉള്ളതിന് കാരണം നമ്മുടെ മേലെ അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ്. അഭിഷേകം പോയി, നമ്മുടെ അഭിഷേകം മങ്ങിപ്പോയി. നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അവഗണിച്ച് കളയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളെ നമ്മൾ അതിനെ നമ്മൾ ത്യജിക്കുന്നു, നമ്മളതിനെ മാറ്റി നിർത്തുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ മുന്നോട്ട് പോകുക പലപ്പോഴും. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾക്കിന്ന് ഭയം, നമ്മൾ തളരുന്നു, നമ്മൾ അസ്വസ്ഥരാകുന്നു, നമ്മൾ മുറിവേൽക്കുന്നു, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. എന്തുകൊണ്ടാ? ഈ അനോയിന്റിങ് ലൂസ് ചെയ്തു പോയി. നിങ്ങൾ സാംസനെ നോക്ക്. ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങിയപ്പോൾ, പുതുബലത്താൽ അവൻ നിറയപ്പെട്ടപ്പോൾ, അലറി നിന്ന സിംഹത്തെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ചീന്തിക്കളയുകയാണ്. ഇത്രയുള്ള പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുൻപിൽ ഒരു തിന്മയ്ക്കും എതിർത്ത് നിൽക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മ ശക്തിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, ഈ സെക്യുലർ വേൾഡിലെ ഒരു ശക്തിക്കും, അത് പൊളിറ്റിക്കൽ ശക്തിയാകട്ടെ, അത് മണിശക്തി, അത് മണി പവർ ആകട്ടെ, ബ്രെയിൻ പവർ ആകട്ടെ, മസിൽ പവർ ആകട്ടെ, അത് എന്നാ പവർ ആകട്ടെ, ആ പവറിനൊന്നും പറ്റില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഹോളി സ്പിരിറ്റ് ഈസ് ഓൾമൈറ്റി. അവൻ സർവശക്തന് സർവാധിപനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2024 ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുതുശക്തിക്ക് വേണ്ടി നമ്മൾ വാഞ്ചിക്കണം. അതിനായി നമ്മെ തന്നെ നമ്മൾ ഒരുക്കണം, സജ്ജമാക്കണം, മുട്ടുമടക്കണം, വില കൊടുക്കണം, സമർപ്പണ ബോധത്തിലേക്ക് വരണം, പുതിയ പാത്രങ്ങളാകണം, ഒഴിഞ്ഞ പാത്രങ്ങളാകണം. സഹോദരങ്ങളെ, ഈ പകർച്ചയാൽ സ്വർഗം നമ്മെ നിറയ്ക്കും, സ്വർഗം നമ്മെ നിറയ്ക്കും, സ്വർഗം നമ്മെ നിറയ്ക്കും. മൂന്നാമതായി, ഈ പുതിയ അഭിഷേകത്തിൻ്റെ പകർച്ച വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഒരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ആരംഭം. പുതുവഴികൾ തുറക്കപ്പെടുകയാണ്, അടഞ്ഞ വഴികൾ
അതെല്ലാം തുറക്കപ്പെടും. പുതുവഴികൾ തുറക്കപ്പെടും. നമ്മുടെ മുൻപിൽ പല വാതിലുകളിൽ നിന്ന് അടഞ്ഞു പോയിട്ടുണ്ട്. പല വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കണ്ട് നമ്മളിന്ന് അസ്വസ്ഥരാവുകയാണ്, നമ്മളിന്ന് വേദനിക്കുകയാണ്, പലപ്പോഴും നമ്മൾ ഇന്ന് ദുഃഖിക്കുകയാണ്. ആത്മാവ് പറയുന്നു, ഈ അഭിഷേകത്തിൻ്റെ പകർച്ചയാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ പുതുവഴികൾ തുറക്കപ്പെടും, പുതുവാതിലുകൾ തുറക്കപ്പെടും. ഒരു പുതിയ ആരംഭം പരിശുദ്ധാത്മാവ് നമ്മിൽ അനേകർക്ക് നൽകുന്നു. ഞാൻ പെരുവഴിയിലായിപ്പോയല്ലോ, എനിക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ഒന്നുമായി തീരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ജീവിതം വേസ്റ്റായി പോയല്ലോ, ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി, ഇത്രയും വർഷം ജീവിച്ചിട്ട് ഈ ജീവിതം ഇത് വ്യർത്ഥമായി പോയല്ലോ, ഇത് പാഴായി പോയല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ അസ്വസ്ഥരാകരുത്. പലരും അങ്ങനെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ആത്മാവ് അവർക്ക് നൽകുന്ന പ്രവചനം ഇതാണ്: നീ പെരുവഴിയിലായെന്ന് ചിന്തിക്കുമ്പോൾ ആത്മാവ് പറയുന്നു, ഇതാ നിനക്ക് വേണ്ടി പുതുവഴികൾ ഞാൻ തുറക്കാൻ പോവുകയാണ്. എപ്പോഴാ? ഈ അഭിഷേകം നീ പ്രാപിക്കുമ്പോൾ, ഈ അനോയിന്റിങ് നീ ഏറ്റെടുക്കുമ്പോൾ, അതിനുവേണ്ടി നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുമ്പോൾ, ഒരു പുതിയ പാത്രമായി, ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുത്തൻ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുള്ള സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ എന്താണ് ശ്ലീഹ പറഞ്ഞത്? ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് ശത്രുതയും ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിബന്ധങ്ങളുടെയും ഈ വെല്ലുവിളികളുടെയും ഈ ദുർഘടമായ സാഹചര്യത്തിലും ആത്മാവ് തൻ്റെ സ്ലീഹയ്ക്ക് വേണ്ടി, താൻ തെരഞ്ഞെടുത്തവന് പൗലോസിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണമേ, അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ പുതിയ വഴികൾ തുറക്കപ്പെടും, പുതിയ വാതിലുകൾ തുറക്കപ്പെടും. പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക്, പുതിയ ചില ആരംഭങ്ങൾ, പുതിയ ചില തുടക്കങ്ങൾ കുറിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2024 ഈ വർഷം അപ്രകാരം ഒരു വർഷമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയ ആരംഭം, ഒരു പുതിയ തുടക്കം പലർക്കും പരിശുദ്ധാത്മാവ് നൽകുന്നു. പഴയ കാര്യങ്ങൾ ഓർക്കണ്ട, അത് മുഴുവൻ പരാജയത്തിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ അത് ഓർക്കും തോറും നമ്മൾക്ക് ഭയം വരുന്നതായിരിക്കാം, ഉള്ളിൽ നിരാശ വരുന്നതായിരിക്കാം, വേദന വരുന്നതായിരിക്കാം, കുറ്റബോധം വരുന്നതായിരിക്കാം. അതെന്തുമാവട്ടെ, ഒരു പുതിയ തുടക്കം കർത്താവ് നമുക്ക് തരികയാണ്. അതെല്ലാം അവിടുന്ന് വാഷ് ചെയ്ത് കളയുകയാണ്. യെശയ്യാ പ്രവചനം 43:18-19 പറയുന്നു, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഒരു പുതിയ കാര്യം ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടി, ഈ ഫ്രഷ് അനോയിൻറ്റിങ്ങിന് വേണ്ടി, ആത്മാവ് പകരുന്ന ഈ പുത്തൻ അഭിഷേകത്തിന് വേണ്ടി, ഈ ന്യൂ അനോയിൻറ്റിങ്ങിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ, ആമേൻ. പോരാ, സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ, ആമേൻ, ശക്തിയോടെ പറഞ്ഞേ ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നാളെ നമുക്കറിയാം ഡിസംബർ 31-ാം തീയതി 2023 ഈ വർഷത്തിൻ്റെ സമാപന ദിനമാണ്. നാളെ ഷെക്കേന ന്യൂസിൽ ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ 13 മണിക്കൂർ ആരാധന ശുശ്രൂഷ, 13 മണിക്കൂർ ആരാധന. പരിശുദ്ധ കുർബാനയായി രാജാതി രാജാവായി ഈശോ നമ്മുടെ മധ്യേ വരും. നാളെ സൺഡേ സാബത്താണ്, കർത്താവിൻ്റെ ദിവസമാണ്. പരിശുദ്ധമായി നമുക്കതിനെ ആചരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇതിനേക്കാൾ ഒരു ബ്ലെസ്സിങ് കിട്ടാനില്ല. ഈ ഒരു വർഷക്കാലം കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയാൻ, കർത്താവിൻ്റെ പരിപാലനകളെ ഓർത്ത് നന്ദി പറയാൻ. എന്തുമാത്രം നമ്മളെ അവിടുന്ന് അത്ഭുതകരമായി സംരക്ഷിച്ചു, നമ്മളെ ചേർത്ത് പിടിച്ചു, നമ്മോട് കരുണ കാണിച്ചു, നമ്മുടെ മേൽ വിശ്വസ്തത വെളിപ്പെടുത്തി. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം നന്ദി പറയാനുണ്ട് നമുക്ക്. അപ്പോൾ നാളെ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ആയി, ഒരു കൃതജ്ഞതയുടെ ദിനമാക്കി നമ്മൾ മാറ്റണം. കർത്താവിനോട് കൂടെ ഹോൾ ഡേ, ഒരു ദിവസം മുഴുവൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അധിക റെസ്റ്റിലേക്ക് പോകാതെ കർത്താവിൻ്റെ മുമ്പിൽ വിശ്രമിക്കുക.
ഈശോയുടെ സന്നിധിയിലോട്ട് വന്ന് നാളെ കൃതജ്ഞതയുടെ ഒരു ദിനമാക്കി എല്ലാവരും മാറ്റണം. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾ അനേകരോട് പറയണം, അലസത വെടിഞ്ഞ് അശ്രദ്ധ മാറ്റി, നിസ്സംഗത മാറ്റി, ശുഷ്കാന്തിയില്ലായ്മ മാറ്റി, നമ്മൾ കൂടുതൽ സമർപ്പണത്തോടെ ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. 13 മണിക്കൂർ ആരാധന നാളെ രാവിലെ 11 മുതൽ ആരംഭിക്കും. രാത്രി 12 മണി വരെ കർത്താവിനോട് ചേർന്നാണ് നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളെയും പൂർണ്ണസമയം ആരാധനയാണ്. പക്ഷെ 9 മണി മുതൽ 10:30 മണി വരെ പ്രത്യേകം നമ്മൾ ഈ ത്രിദിന ശുശ്രൂഷ, പുതിയ അഭിഷേകം എന്നുള്ള ശുശ്രൂഷയുടെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ നാളത്തെ സമാപന ശുശ്രൂഷയായിരിക്കും. അത് ഈ ആരാധന ശുശ്രൂഷയുടെ മധ്യേ രാത്രി 9 മുതൽ 10 വരെ പ്രത്യേകമായിട്ട് ഈ പുതിയ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നടത്തപ്പെടും. അതിനുശേഷം നമ്മൾ നന്ദി പറഞ്ഞ് കൂടുതൽ പ്രാർത്ഥിച്ച് പുതുവർഷ പ്രാർത്ഥനകൾ നടത്തി നമ്മൾ 12 മണിയോടുകൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പം എൻ്റെ സഹോദരങ്ങളെ, ഈ വളരെ കൃപ നിറഞ്ഞ ഈ ഒരു ദിവസം, കൃപ നിറഞ്ഞ ഈ ഒരു ശുശ്രൂഷ ആര് നഷ്ടപ്പെടുത്തി കളയരുത്. 1000-ങ്ങൾ 10,000-ങ്ങൾ ഒന്നിച്ചു വന്ന് ഒരു മനസ്സോടെ കൃതജ്ഞത പറഞ്ഞ് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി പുതിയ അഭിഷേകം സ്വീകരിച്ച് നമുക്ക് പുതുവർഷത്തിലേക്ക് ഒന്നിച്ച് സ്നേഹത്തോടെ ഒരു മനസ്സോടെ നമുക്ക് പ്രവേശിക്കാം. അതിനായി കർത്താവ് നമ്മോട് കരുണ കാണിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ടീം ഷെക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പുതിയ അഭിഷേകത്തിൻ്റെ തൈലം ടീം ഷെക്കേനയുടെ മേൽ കർത്താവ് ഒഴിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ മാധ്യമ ശുശ്രൂഷ സഭയ്ക്കും സമൂഹത്തിനും കർത്താവിൻ്റെ ജനത്തിനും അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. കാരണം മുൻപിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒത്തിരി റിസ്ക് നിറഞ്ഞ, ഒരുപാട് ദുർഘടം നിറഞ്ഞൊരു മിഷനാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം ഈ ഒരു മീഡിയ മിനിസ്ട്രി. അതിന് ഒത്തിരി പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു വിശ്വാസപ്രമാണം ചൊല്ലി നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥനകളാണ് തന്ന് നിങ്ങൾ ഈ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ സാധിക്കുന്ന എല്ലാവരും നല്ല സാമ്പത്തികമായി ഞെരുക്കും ബുദ്ധിമുട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യണം. സാമ്പത്തികമായി കടുത്ത ഞെരുക്കം മൂലം നമുക്ക് ആ ക്യാൻഡി മാർക്കുകൾ തുറന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. ചില ശുശ്രൂഷകൾക്ക് ആവശ്യമായ ചില എക്യുപ്മെൻറ്റ്സുകൾ വേണം. ഇപ്പോൾ DTH പ്ലാറ്റ്ഫോമിലേക്ക് കയറുവാനായിട്ട് നമുക്ക് നല്ലൊരു ചിലവ് വരും. നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു DTH പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ വരും. അപ്പം അതിൻ്റെ മീറ്റിങ്ങൊക്കെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു ചിലവൊക്കെ വരും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. കഴിയുന്നത് പോലെ വിധവയുടെ കൊച്ചു കാശ് പോലെ നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളിതിനെ ചേർത്ത് പിടിക്കണമേ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് അയച്ചു തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ആ കാണുന്ന ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. 500, 1000, 2000, 5000, 10000 നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ദൈവം സാമ്പത്തികമായി ഓരോരുത്തരും ഓരോ വിധത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലവാരം അനുസരിച്ച് പറ്റുന്നത് പോലെ നിങ്ങൾ സഹായിച്ച് ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക. നമുക്കിവിടെ 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന ടീമുണ്ട്. അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടാതെ പ്രാർത്ഥനയോടെ ആത്മാവിൻ്റെ ആനന്ദത്തോടെ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി, എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൊപ്പിപ്പിടിച്ച് നമ്മൾ ഈ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു.
ഈശോ ഈശോ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഇത് അൾത്താരയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു, നമ്മുടെ സമൂഹങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു, നമ്മുടെ സഭ മുഴുവനിലേക്ക് അത് വ്യാപരിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ രാജാധിരാജാവായി നമ്മുടെ മധ്യേ വരുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഒരു മനസ്സോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഭയഭക്തി ആദരവോടെ ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും നിമിഷം എഴുന്നേറ്റ് നിന്നേ. സത്യമായും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവാണ് എഴുന്നള്ളിയിരിക്കുന്നത്. സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളായിരിക്കും നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക് തൻ്റെ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം പകരുവാൻ പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിക്കുക, കരങ്ങൾ തുറന്നു പിടിക്കുക. നാം തിരുവചനത്തിൽ കണ്ടു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തരാക്കി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തരാക്കി. ഞങ്ങളുടെ പൊന്നു കർത്താവേ, പുതിയ അഭിഷേകത്തിനായി ഞങ്ങൾ ദാഹിക്കുന്നു. പുതിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആത്മാവ് നൽകുന്ന പുത്തൻ ഉണർവിനായി, പുതുബലത്തിനായി, ഒരു പുതിയ തുടക്കത്തിനായി കർത്താവേ ഞങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ പുതിയ തൈലം ഒഴിക്കണമേ. അഭിഷേകത്തിന്റെ പുതിയ തൈലം, അഭിഷേകത്തിന്റെ പുതിയ തൈലം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒഴിക്കണമേ, സമൂഹങ്ങളിൽ ഒഴിക്കണമേ. കർത്താവ് ഞങ്ങളുടെ സഭയിൽ ഒഴിക്കണമേ. ഞങ്ങളെ എംപവർ ചെയ്യണമേ. ഞങ്ങൾക്ക് പുതിയ ഉണർവ് നൽകണമേ. ആത്മീയ മന്ദതയിൽ നിന്ന്, ആത്മീയ മരവിപ്പിൽ നിന്ന്, ആത്മീയമായി നിസ്സംഗതയിൽ നിന്ന്, നിഷ്ക്രിയത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. മോചിപ്പിക്കണമേ. പുതിയ അഭിഷേകത്താ, പുതിയ അഭിഷേകത്താ, പുതിയ അഭിഷേകത്താ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. കരമുയർത്തി, സ്വരമുയർത്തി വിളി ആത്മാവേ. Holy Spirit, Holy Spirit, Holy Spirit. എല്ലാവരും വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച് ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. കൃപയുടെ ശക്തി വ്യാപരിക്കുന്നു. അഭിഷേക ശക്തി വ്യാപരിക്കുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ, സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ, സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ, സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ. ആത്മാവേ
ആദിമസഭയെ അത്ഭുതകരമാം അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ആദിമസഭയെ അത്ഭുതകരമാം അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിലിറങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിലിറങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയാ വരണേ, മറന്നിറങ്ങണമേ. കൃപയാ വരണേ, മറന്നിറങ്ങണമേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിലഗ്നി പകർന്നതുപോൽ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിലഗ്നി പകർന്നതുപോൽ ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ഒരു നിമിഷം ദിവ്യകാന സന്നിധിയിൽ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ഇത് അനേകായിരങ്ങളിലേക്ക് ആത്മാവിന്റെ പുതിയ അഭിഷേകം കർത്താവ് പകരുന്നു. പുതുബലം കർത്താവ് പകരുകയാണ്. എല്ലാവരും സ്വീകരിച്ചോ. കർത്താവ് പകരുന്ന അഭിഷേകം ഏറ്റെടുത്തോ. കുടുംബങ്ങളിലേക്ക് സ്വീകരിച്ചോ, സമൂഹങ്ങളിലേക്ക് സ്വീകരിച്ചോ, മക്കൾക്ക് വേണ്ടി സ്വീകരിച്ചോ. ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിച്ചോ. കർത്താവേ, കർത്താവേ, 2024 ഞങ്ങൾ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മാവിന്റെ പുതിയ അഭിഷേകം നൽകണമേ. പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. കരങ്ങൾ കോർത്ത് പിടിച്ച്, ആ കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു. ഓ പവർ, പവർ, പവർ. ശക്തി പകരുക, പകരുക. ആയിരങ്ങളിലേക്ക്, അങ്ങയുടെ 10,000ങ്ങളിലേക്ക് കർത്താവേ പകരുക, പകരുക. നടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി ഇന്ന് ചൊരിയണമേ. നീന്തിയിട്ടല്ലാതെ നടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ചൊരിയണമേ. ഈശോ, 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 ഈശോ. കർത്താവേ, സഭയിലേക്ക് ഒരു പുതിയ അഭിഷേകം പകരണമേ. സഭാ സമൂഹങ്ങളിലേക്ക് പുതിയ അഭിഷേകം പകരണമേ. ഈ അഭിഷേക പകർച്ചയാൽ സഭ ഉണരട്ടെ, തിരുസഭ ഉണരട്ടെ, തിരുസഭ ഉണരട്ടെ. സഭയ്ക്കെതിരെ അലറി നിൽക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും, എല്ലാ പൈശാചിക ശക്തികളെയും കർത്താവേ ആത്മാവിന്റെ അഭിഷേക ശക്തിയാ തകർത്തു കളയണമേ. ഈശോ, ഈശോ, ഈശോ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് ആത്മാവിന്റെ ഉണർവ് പകരണമേ, ഉണർവഹിക്കണമേ. കുടുംബങ്ങൾ ആത്മാവിൽ ഉണരട്ടെ, വചനത്തിൽ ഉണരട്ടെ, വിശ്വാസത്തിൽ ഉണരട്ടെ, പ്രാർത്ഥനയിൽ ഉണരട്ടെ, വിശുദ്ധിയിൽ ഉണരട്ടെ, യുവമക്കൾ ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ, ദമ്പതികൾ ഉണരട്ടെ, വന്യവൈദികർ ആത്മാവിൽ ഉണരട്ടെ, സമർപ്പിത സന്യസ്തർ ആത്മാവിൽ ഉണരട്ടെ. സഭ മുഴുവനിലും ആത്മാവിന്റെ ഉണർവ് വ്യാപരിക്കട്ടെ. കരമുയർത്തി വിളിക്കുന്നു, ആത്മാവേ. കൂട്ടായ്മകൾ ഉണരട്ടെ, മിനിസ്ട്രികൾ ഉണരട്ടെ, ധ്യാന കേന്ദ്രങ്ങൾ ഉണരട്ടെ, യുവജനങ്ങൾ ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ, ദമ്പതികൾ ആത്മാവിൽ ഉണരട്ടെ. പവർ, പവർ, പവർ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും,
ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. കർത്താവ്, ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നാളെ 13 മണിക്കൂർ ആരാധന ഷെക്കേന ന്യൂസിലൂടെ ടീം ഷെക്കേന നേതൃത്വം നടത്തപ്പെടുകയാണല്ലോ. കർത്താവെ, ഈ വർഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങേ ആരാധിക്കുവാനും പുതുവർഷത്തിൽ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ആത്മാവിന്റെ പുതു അഭിഷേകത്തോടെ പ്രവേശിക്കുവാനും 13 മണിക്കൂർ ആരാധന ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദിക്കുകളിൽ, വിവിധ കുടുംബങ്ങളിലായിരുന്നു പങ്കെടുക്കുന്ന 10,000ങ്ങളുടെ മേൽ കൃപാകടാക്ഷമുണ്ടാകട്ടെ. കർത്താവെ, ശുശ്രൂഷയെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അനേക മക്കളെ കൂട്ടിക്കൊണ്ടുവരണമേ. കർത്താവെ, പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സ്വീകരിച്ച് അവരങ്ങ് ആശീർവദിക്കണമേ. ലോർഡ് ബ്ലസ് 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 ലോ അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ, സമൂഹത്തെ കർത്താവെ മുദ്ര ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മുട്ടുകുത്തി ഭയഭക്തി ആദരവോടെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്താൽ നാമും നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും സമൂഹങ്ങളും സഭ മുഴുവനും നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പുതിയൊരു പെന്തക്കുസ്താകട്ടെ, പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്, വീശട്ടെ. പുതിയ അഭിഷേകം, പുതിയൊരു പുതിയ അഭിഷേകം ആകട്ടെ. ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.